വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. യൂട്യൂബിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഹൈപ്പ് ചെയ്യുക. ഈ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് ചാനലിൻ്റെ ഗ്രോത്തിന് വലിയൊരു സഹായമായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഹൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കുക. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു ഫെസ്റ്റിവലാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ദീപാവലി. നമസ്കാരം ദീപാവലി. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എന്ത് വിശേഷം, എല്ലാ വർഷത്തെയും പോലെ തന്നെ വിളക്ക് കത്തിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ നാട്ടുകാരെല്ലാം എന്റെ പേര് മറന്നുപോയിട്ട് വിളക്ക് കത്തിക്കുന്നതിന് പകരം പടക്കം പൊട്ടിക്കാനാണോ എന്നെ ആഘോഷിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദീപാവലി എന്നുള്ള പേര് മാറ്റിയിട്ട് പടക്കാവലി എന്നാക്കിയാലോ? അല്ല, ഞാനൊരു തമാശക്ക്. ഈ ഷമാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പറയുന്നവനിരുന്ന് കിണിക്കുന്നതല്ല, കേൾക്കുന്നതിനൂടെ ചിരി വരണം. ഏതാണ് താങ്കളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം? അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല. വിളക്കും പടക്കമുള്ള എല്ലായിടും എനിക്ക് ഇഷ്ടമാണ്. ഉദാഹരണത്തിന് പാരീസ്, ദുബായിൽ ബുർജ് ഖലീഫ, പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇത് മൊത്തം ഇപ്പോ ഇന്റർനാഷണൽ ആണല്ലോ, നാഷണൽ ഒന്നും ഇല്ലേ? അതിപ്പോ ശിവകാശി. ഒരു മിനിറ്റ്, ഞാൻ ഈ കോളം എടുത്തോട്ടെ. അത്യാവശ്യമാണെങ്കിൽ എടുത്തോളൂ. എടുത്താലല്ലേ അത്യാവശ്യമാണോ അല്ലയോ എന്ന് അറിയൂ. ഹലോ ദീപാവലി. എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെയൊന്നും മറന്നില്ലല്ലോ അല്ലേ? ഞാനങ്ങനെ മറക്കുവോ? ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചേ. എന്ത് കാര്യം? അല്ല, നമ്മുടെ ജീസസ് എന്നോട് ഒരു കാര്യം ചോദിച്ചു. പുള്ളിയുടെ ഡൗട്ട്സ് ഇതുവരെ തീർന്നില്ലേ? ഇത് ഡൗട്ട് അല്ല, തന്റെ ഉത്ഭവ കഥ. എന്റെ ഉത്ഭവോ? ഒരു കാര്യം ചെയ്യ്, നമ്മുടെ നരകാസുരം വെർഷൻ അങ്ങോട്ട് പറഞ്ഞുകൂടെ? അത് ഇഷ്ടപ്പെട്ടില്ലേ പോയി രാമേട്ടനോട് ചോദിക്കാൻ പറ. ഓക്കെ ശരി. അപ്പൊ ഹാപ്പി ദീപാവലി. ഈ കൃഷിന്റെ ഒരു കാര്യമേ, എന്റെ ഉത്ഭവ കഥ അറിയണം പോലും. അയ്യോ, എന്റെ അടുത്ത ചോദ്യം തന്നെ അതാണ്. എന്താണ് താങ്കളുടെ കഥ? അത് തൽക്കാലം ഞാനിവിടെ പറയുന്നില്ല. അത് കൃഷിനോട് ജീസസ് ചോദിക്കും, അപ്പൊ അറിഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് റാപ്പിഡ് ഫയറിലോട്ട് പോവാം. ഫയർ, ഐ ലൈക്ക് ഇറ്റ്. ചോദിക്കൂ. ഏതാണ് താങ്കളുടെ ഇഷ്ടപ്പെട്ട സിനിമ? മറ്റേ തമിഴ് സിനിമ ദീപാവലി. ഓക്കെ. ഇഷ്ടപ്പെട്ട നടൻ? അങ്ങനെ പ്രത്യേകിച്ച് ഒരാളായിട്ടൊന്നുമില്ല. ബോക്സ് ഓഫീസിൽ പടക്കങ്ങൾ ഇറക്കുന്ന എല്ലാ നടന്മാരെയും എനിക്കിഷ്ടമാണ്. സ്പെസിഫിക് ആയിട്ടൊരു പേര് പറയാമോ? ഒരുമാതിരി ചില ഓൺലൈൻ ചാനലുകൾ ചോദിക്കുന്ന പോലെ ചൊറിഞ്ഞ ചോദ്യം എന്നോട് ചോദിക്കരുത്, ഞാൻ പറയൂല. എത്തില്ല. അടുത്ത ഇഷ്ടപ്പെട്ട പാട്ട്? എന്നാ പിടിച്ചോ. ദീപാവലി 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 നീ തന്നെ. എങ്ങനെയുണ്ട്? വാവ്, നൈസ്. നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് പ്രേക്ഷകരോട് താങ്കൾക്ക് പറയാനുള്ളത്? ഹാപ്പി ദീപാവലി. എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ദീപാവലി ആഘോഷിക്കണം. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഞാൻ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് ആണ്, അല്ലാതെ ഫെസ്റ്റിവൽ ഓഫ് സൗണ്ട് അല്ല. അപ്പൊ പിന്നെ പടക്കമൊക്കെ കുറച്ച് പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വർഷം നീയൊക്കെ മര്യാദയ്ക്ക് പടക്കം പൊട്ടിച്ചാൽ അടുത്ത വർഷം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ആഘോഷിക്കാം. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, ഇവിടെ നീയൊന്നും മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷികളും മൃഗങ്ങളും എല്ലാം ഉണ്ട്. അതുങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. അപ്പൊ ഹാപ്പി ദീപാവലി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ദീപാവലി.